ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വിലവർധന പുനഃപരിശോധിക്കുന്നതിനായി നിയമസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മോൻസ് ജോസഫ് എംഎൽഎ. വിലവർധനയിൽ പ്രതിഷേധിച്ച് കോൺഫെഡറേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി നടത്തിയ കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എരഞ്ഞിപ്പാലം പൈപ്പ് ലൈൻ റോഡിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരുമായി കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ 10ഓളം സംഘടനകൾ കോൺഫെഡറേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുടെ നേതൃത്വത്തിൽ അണിനിരന്ന ധർണ മോൻസ് ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വിലവർധനയിൽ സർക്കാർ ഇടപെടുന്നതിനായി നിയമസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് എംഎൽഎ പറഞ്ഞു. ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം എന്നുള്ളത് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുന്നതാണ്. അതോടൊപ്പം ഇപ്പോൾ 7-ാം തീയതി ബഡ്ജറ്റ് വരികയാണ്. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്. നിയമസഭാ സമ്മേളന സമയത്ത് നമ്മുടെ ക്വാറി ഉൾപ്പെടെയുള്ള ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരുന്നതാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുകൂടി അന്യായമായി വർധനവ് പിൻവലിക്കുന്നതിന് വേണ്ടി ഇടപെടണം എന്ന ആവശ്യം തീർച്ചയായിട്ടും ഉന്നയിക്കുന്നതാണ്. സംഘടനകൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിശോധിക്കാൻ പോലും സർക്കാർ തയ്യാറാകാത്തതിൽ അങ്ങേയറ്റത്തെ പ്രതിഷേധം ഉന്നയിക്കുകയാണ്. ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വിലവർധന ഏറ്റവും അധികം ബാധിക്കുക സാധാരണ ജനങ്ങളെയാണ്. ന്യായമായ വിലവർധന വരുത്താൻ ജില്ലാ ഭരണകൂടം ക്വാറി ഉടമകളെ വിളിച്ചു വരുത്തി നടപടി സ്വീകരിക്കാൻ മുൻകൈയെടുക്കണമെന്നും ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മോൻസ് ജോസഫ് അഭ്യർത്ഥിച്ചു. സംഘാടക സമിതി ചെയർമാൻ സുബൈർ കൊളക്കാടൻ അധ്യക്ഷനായി. വിവിധ സംഘടനാ പ്രതിനിധികളായ കെ വി സന്തോഷ് കുമാർ, കെ സതീശൻ, ജിബിൻ ചാക്കോ, ഹാരിസ് ലയൻസ് ഹെഡ്, വി ഗോപിനാഥ്, സിറാജുദ്ദീൻ ഇല്ലത്തൊടി, മുഹമ്മദ് അലി, പി സിക്കന്ദർ, കെ സലീം തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാറാട്ടെ ബലിദാനികളുടെ ഛായാചിത്രങ്ങളിൽ പുതിയ ബിജെപി ജില്ലാ പ്രസിഡന്റുമാർ പുഷ്പാർച്ചന